ആയുരാരോഗ്യ വർധനവിനും മരണഭയം അകറ്റുന്നതിനും ജപിക്കാവുന്ന മന്ത്രങ്ങളെക്കുറിച്ചും ചെയ്യാവുന്ന വഴിപാടുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആയുസ്സിന് ഫലമില്ലെങ്കിൽ, ആയുരാരോഗ്യമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് നമുക്കറിയാം. മൃത്യുവിനെ അതിജീവിക്കുന്നതിനും ആയുരാരോഗ്യം നേടുന്നതിനുമുള്ള മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. ആദ്യം മൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ച് നോക്കാം. ഇതിലെ വരികൾ ചൊല്ലുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രകമ്പനം നമ്മുടെ പ്രാണന് ഫലം നൽകുവാൻ സഹായിക്കും. എല്ലാ ദിവസവും സാഹചര്യവും സൗകര്യവും അനുസരിച്ച് 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുക. ആയുസ്സിന് വളരെ നല്ലതാണ്. ഇത് വളരെ ശക്തിയുള്ള മന്ത്രമാണ്. ആയതിനാൽ ഇത് ജപിക്കുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ ശുദ്ധി ഉണ്ടാകണം. നമ്മുടെ ഉള്ളിലെ വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം കൂട്ടാൻ മൃത്യുഞ്ജയ മന്ത്രം സഹായിക്കുന്നു. രുദ്രമന്ത്രം, ത്രയംബക മന്ത്രം എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. ഭഗവാൻ ശിവശങ്കരനെയാണ് ഈ മന്ത്രത്തിലൂടെ സ്തുതിക്കുന്നത്. നിത്യവും ജപിക്കാം. ആയുസ്സിനും ആരോഗ്യവും ഉണ്ടാകാൻ മഹാമൃത്യുഞ്ജയ മന്ത്രം സഹായിക്കും. മന്ത്രം ഇതാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. ശിവഭഗവാനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നിത്യവും ഈ മന്ത്രം ജപിക്കുക. അർത്ഥം ഇതാണ്: ത്രിലോചനനായ ഭഗവാനെ, ഞങ്ങൾ അങ്ങയെ ധ്യാനിക്കുന്നു. സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും പക്ഷേ അമരത്വത്തിൽ നിന്നല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ജന്മത്തിലെ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സ്വാഭാവികമായും ഈ ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്ത് മാത്രം എൻ്റെ ജീവിതബന്ധം ഈ ശരീരത്തിൽ നിന്നും മാറ്റണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതുവരെ ചെടിയിലിരുന്ന് പൂത്തും കായ്ച്ചും പാകപ്പെട്ടും വന്ന വെള്ളരിക്ക അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ സ്വയം ആ ചെടിയിൽ നിന്നും വേർപെട്ട് സ്വയം ഉണങ്ങി ഇല്ലാതാവുന്നു. മനുഷ്യനും മുക്തിയിലേക്കുള്ള ഒരു മാർഗമായി ഇതിനെ കാണാവുന്നതാണ്. അതുപോലെ ആയിരിക്കണം എൻ്റെ മരണം. അല്ലാതെ അകാലത്തിൽ പൊലിഞ്ഞു പോകാതെ ആയുസ്സും ആരോഗ്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ. നിത്യവും ജപിക്കാം. രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. അടുത്തത് മൃത്യുഞ്ജയ നാമാവലിയെക്കുറിച്ചാണ്. 28 മന്ത്രങ്ങൾ ചേർന്നതാണ് മൃത്യുഞ്ജയ നാമാവലി. മൃത്യുഞ്ജയ മൂർത്തിയുടെ പ്രീതിക്ക് ഏറെ ഗുണകരമാണ് മൃത്യുഞ്ജയ നാമാവലി ജപിക്കുന്നത്. രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം ചെയ്ത് ജപം തുടങ്ങുന്നത് വളരെ നല്ലതാണ്. ഈ നാമാവലി നെയ്വിളക്കിന് മുന്നിലിരുന്ന് 5 പ്രാവശ്യം ജപിക്കണം. ഇങ്ങനെ 21 ദിവസം ജപിക്കുകയാണെങ്കിൽ ആരോഗ്യം വർദ്ധിക്കുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും എല്ലാം വളരെ നല്ലതാണ്. വളരെ ശക്തിയേറിയ മന്ത്രമാണ്. വ്രതനിഷ്ഠകളൊന്നും നിർബന്ധമില്ല, മന്ത്രോപദേശവും നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച മുതൽ ജപം ആരംഭിക്കാം. മൃത്യുഞ്ജയ നാമാവലി നോക്കാം. ഓം മൃത്യുരൂപിണേ നമ. ഓം മൃത്യു ഗയാത്മനേ നമ. ഓം സഞ്ജീവനി ഘോഷായ നമ. ഓം സദാഹാരായ ഹ്രീം നമ. ഓം സദാ ശിവായ നമ. ഓം നീലകണ്ഠായ ഹ്രീം നമ. ഓം നീലഗ്രീവായ ഹ്രീം നമ. ഓം മൃത്യുഞ്ജയായ നമ. ഓം മരിചയേ നമ. ഓം സ്പദർശയേ ഹ്രീം ജുംസ നമ. ഓം രോചകാത്മനേ നമ. ഓം നീലകാളായ നമ. ഓം ശശ്വത് പ്രസന്നാത്മനേ നമ. ഓം അഷ്ടമി സേവ്യായ നമ. ഓം ഭൈരവപ്രിയായ നമ. ഓം ഋഗ്വേദമാർഗായ നമ. ഓം ജ്ഞാനനിരതായ നമ. ഓം ശശ്വത് സ്വരൂപമണ്ഡലായ നമ. ഓം കാമധായിനേ നമ. ഓം ഋഷഭേശ്വരായ നമ. ഓം സുസ്വത്ഥായ നമ. ഓം വേദാശ്വായ നമ. ഓം പ്രയുക്തമാർഗാത്മനേ നമ. ഓം ഓംകാരേശ്വരായ നമ. ഓം ഷൺമുഖപ്രിയായ നമ. ഓം ഷഡംകുല മാത്രേ നമ. ഓം വംശരൂപിണേ നമ. ഓം സുനന്ദായ നമ. 28 മന്ത്രങ്ങളാണ് ഈ നാമാവലിയിലുള്ളത്. 28 മന്ത്രങ്ങളും ഒരു തവണയെങ്കിലും ജപിക്കുക. ഈ 28 നാമങ്ങളും തുടർച്ചയായി 21 ദിവസം ജപിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗങ്ങൾ മാറുന്നതിനും ഉത്തമമായിട്ടുള്ള മന്ത്രങ്ങളാണ്. അടുത്തത് ഒരു വഴിപാടിനെ കുറിച്ചാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗശമനത്തിനും ആയുർദോഷ ശാന്തിക്കും വേണ്ടി മഹാദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മോചനം ലഭിക്കും. ആയുർദോഷങ്ങളും ഗ്രഹപ്പിഴകളും അകലും. മനസ്സമാധാനവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്ന വഴിപാടാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി.
ഈ വഴിപാട് രാവിലെ ശിവക്ഷേത്രത്തിൽ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ നമ്മുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും, എല്ലാ മലയാള മാസത്തിലും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് പൂജാരിമാർ ഭഗവാന് പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ഈ വഴിപാട് സമർപ്പിക്കുക. വളരെ ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആയുരാരോഗ്യ വർധനവിനും രോഗശമനത്തിനുമായി ചെയ്യാവുന്ന പ്രാർത്ഥനകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.